ഭാരതത്തിലെ വനവാസി ഗോത്ര വിഭാഗങ്ങളുടെ ഹൃദയത്തിലെത്തിയ RSSന്റെ സേവനയാത്രയാണ് വനവാസി കല്യാണാശ്രമം. വനവാസി വിഭാഗങ്ങളുടെ സാമൂഹിക ഉന്നമനത്തിനായി ജീവിതം സമർപ്പിച്ച ബാലാസാഹേബ് ദേശ്പാണ്ഡെയുടെ ദർശനമാണ് വനവാസി കല്യാണാശ്രമം എന്ന സംഘത്തിന്റെ പരിവാർ സംഘടനയുടെ ആത്മാവ്. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഹോസ്റ്റലുകളും ആശ്രമങ്ങളുമായി വനവാസി വിഭാഗത്തെ സ്വയം പര്യാപ്തമാക്കുന്നതിൽ വനവാസി കല്യാണാശ്രമത്തിന്റെ പങ്ക് വളരെ വലുതാണ്. സ്വതന്ത്രാനന്തര ഭാരതത്തിൽ സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കാവസ്ഥയിലായിരുന്ന വനവാസി വിഭാഗത്തിനു മുൻപിൽ സേവാഭാവനയുടെ വിളക്കായി തെളിഞ്ഞ RSSന്റെ പരിവാർ സംഘടനയാണ് വനവാസി കല്യാണാശ്രമം. സംസ്കാരത്തോടുള്ള അഭിമാനവും ആത്മവിശ്വാസവും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്ന ജനവിഭാഗത്തെ തലയുയർത്തി നിൽക്കാൻ കൂടെ നിന്നത് ബാലാസാഹേബ് ദേശ്പാണ്ഡെ എന്ന അടിയുറച്ച സ്വയം സേവകന്റെ ദർശനമാണ്. 1910 മഹാരാഷ്ട്രയിൽ ജനിച്ച ബാലാസാഹേബ് ദേശ്പാണ്ഡെ വിദ്യാർത്ഥി കാലഘട്ടം മുതൽ ദേശീയത മനസ്സിലേക്ക് ആവാഹിച്ച പ്രവർത്തനങ്ങൾ. ട്രൈബൽ വെൽഫെയർ വകുപ്പിൽ ഉദ്യോഗസ്ഥനായി 1950കളുടെ തുടക്കത്തിൽ ഇന്നത്തെ ഛത്തീസ്ഗഡിന്റെ ഭാഗമായ ജശ്പൂരിലെത്തിയതു മുതൽ വനവാസി ജനതയുടെ ദുരവസ്ഥ അദ്ദേഹത്തിന്റെ മനസ്സിനെ വേട്ടയാടി. വികസനത്തിന്റെ പേരിൽ അവരുടെ സംസ്കാരത്തെ ഇല്ലാതാക്കുന്ന ശ്രമങ്ങളെ തടഞ്ഞുകൊണ്ട് വനവാസികളുടെ ആത്മബോധമുണർത്താൻ ബാലാസാഹേബ് ദേശ്പാണ്ഡെ ഉറച്ച തീരുമാനമെടുത്തു. RSSന്റെ രണ്ടാമത്തെ സർസംഘചാലകായിരുന്ന ഗുരുജിയുടെ മാർഗനിർദ്ദേശത്തിൽ 1952 ജശ്പൂരിൽ അദ്ദേഹം വനവാസി കല്യാണാശ്രമത്തിന് രൂപം നൽകി. വനവാസി സമൂഹത്തിന് വിദ്യാഭ്യാസവും ആരോഗ്യവും നൽകുന്നതിനും അവരുടെ സംസ്കാരവും ജീവിത രീതിയും സംരക്ഷിക്കുന്നതിനും ഉറച്ച ചുവടുവെപ്പുകൾ ആരംഭിച്ചു. സ്വയം പിന്നിലാണെന്ന് ധരിച്ചവരിൽ ആത്മവിശ്വാസവും ദേശസ്നേഹവും വളർത്താൻ വനവാസി കല്യാണാശ്രമത്തിനും ബാലാസാഹേബ് ദേശ്പാണ്ഡെക്കും സാധിച്ചു. അധ്യാപകരെയും RSS പ്രവർത്തകരെയും ചേർത്ത് ഗ്രാമങ്ങളിൽ ചെറിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു. 1970കളിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും പ്രവർത്തനം വ്യാപിപ്പിച്ചു. ഛത്തീസ്ഗഡ്, ഒഡീഷ, മഹാരാഷ്ട്ര, ഗുജറാത്ത്, കർണാടക, വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും പ്രവർത്തനമെത്തി. നിരവധി വിദ്യാഭ്യാസ ആരോഗ്യ പദ്ധതികൾ ആരംഭിച്ചു. പ്രാദേശിക ഭാഷയിൽ പാഠപുസ്തകങ്ങൾ തയ്യാറാക്കി വനവാസി വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസത്തിന്റെ വഴിയിലേക്ക് ദേശ്പാണ്ഡെ നയിച്ചു. और मेरे दादाजी पूज्य बाला साहब देशपांडे, उन्होंने वनवासी कल्याणाश्रम की स्थापना सन 1952 में जशपुर नगर में की. पूजनीय गुरुजी से, गोरवकर गुरुजी से, और उसके बाद में उन्होंने बताया कि मेरे ऐसी योजना है. और गुरुजी ने उनके साथ में मोरू भाऊ केतकर नाम के एक प्रचारक हैं, उनको साथ में भेजा काम शुरू करने के लिए. और 26 दिसंबर 1952 कल्याणाश्रम की स्थापना हुई और 8 बच्चों का एक छात्रावास शुरू किया जाए, ऐसी योजना बनी. രാജ്യത്തുടനീളം 20,000-ലധികം സേവാ കേന്ദ്രങ്ങൾ, 5,000-ലധികം ഗ്രാമങ്ങളിൽ ആരോഗ്യ ക്യാമ്പുകൾ, ആരോഗ്യമേഖലയിൽ മൊബൈൽ മെഡിക്കൽ യൂണിറ്റുകൾ, ഹെൽത്ത് ക്യാമ്പുകൾ, മാതൃദിന സംരക്ഷണ പദ്ധതികൾ തുടങ്ങി വനവാസി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി വനവാസി കല്യാണാശ്രമത്തിന്റെ പ്രവർത്തനങ്ങൾ പകരം വയ്ക്കാനില്ലാത്തതാണ്. വനവാസി ഹോസ്റ്റലുകൾ, ഗ്രാമശാലകൾ, വിദ്യാർത്ഥി പ്രോത്സാഹന പദ്ധതികൾ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്ത പ്രവർത്തനങ്ങൾ വനവാസി കല്യാണാശ്രമത്തിലൂടെ സംഘം പിന്നാക്ക വിഭാഗങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ദേശീയ ഐക്യത്തിന് സർക്കാർ സംവിധാനങ്ങൾക്കൊപ്പം വനവാസി കല്യാണാശ്രമം കരുത്തായി നിന്നു. വികസനമെന്നാൽ സംസ്കാരത്തിന്റെ നഷ്ടമല്ലെന്നും സ്വത്വം സംരക്ഷിച്ചുകൊണ്ടുള്ള മുന്നേറ്റമാണ് വേണ്ടതെന്നും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള വനവാസി കല്യാണാശ്രമത്തിന്റെ സേവായാത്ര നിശബ്ദമായി ഒഴുകുകയാണ്. ജനം, ഡൽഹി.